പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഇരിങ്ങാട്ടിൽ നിന്നൊരു മോഷണം നടന്നു. ഇരിങ്ങാട്ടിൽ PT സ്റ്റോർ ബിരിയാണി സെൻറ്റർ വെജിറ്റബിൾ കടയിലാണ് മോഷണം നടന്നിട്ടുള്ളത്. ഇന്നലെ രാത്രിയിലാണ് കളവ് നടന്നിട്ടുള്ളത്. 1.5 ലക്ഷത്തിന് മുകളിലാണ് പണം കള്ളൻ കൊണ്ടുപോയത്. 40 വർഷത്തോളമായിട്ട് നമ്മുടെ ഇരിങ്ങാട്ടിൽ പള്ളി ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് PT സ്റ്റോർ. പൂക്കോട്ട് തൊടിക അക്ബർ അലിയാണ് സ്ഥാപനം കട നടത്തുന്നത്. ഡോഗ് സ്ക്വാഡ് വിഭാഗം ലൂണ എന്ന ഡോഗും സ്ഥലത്തെത്തി മണം പിടിച്ച് മീൻ കടയുടെ അവിടെ എത്തി നിൽക്കുകയും ചെയ്തു. തുടർന്ന് ഫിംഗർ പ്രിൻ്റ് വിഭാഗം റുബീനയും സംഘവും സ്ഥലത്തെത്തുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. കരുവാരകുണ്ട് പോലീസ് SHO സുബിന്ദ്, SI നാസർ, SCPO രാരീഷ് തുടങ്ങിയവരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. കരുവാരകുണ്ട് വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ഹംസ മലനാട്, സെക്രട്ടറി ജോയ് വയലിൽ തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു. 40 കൊല്ലത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കളവ് നടക്കുന്നത് എന്ന വളരെ സങ്കടത്തോടു കൂടിയാണ് അക്ബർ അലി ഓൺലൈൻ കരുവാരകുണ്ട് മീഡിയയോട് പറഞ്ഞത്. നമുക്ക് അക്ബർ അലിയുടെ വാക്കുകളിലേക്ക്. അക്ബർ, എത്ര മണിക്കാണ് ഇപ്പോൾ സംഭവിച്ചത്? ഞാൻ 9:45 കട അടച്ച് പോകാറുണ്ട്. ഇന്നലെ 9:45 രാത്രി. ദിവസം അങ്ങനെ നമുക്ക് 9:30 to 10 മണിൻ്റെ ഉള്ളിലാണ് അടക്കല്. പിന്നെ തീരെ ആളില്ലെങ്കിൽ മാത്രം 9 മണിക്ക് അടക്കും. 9 മണിക്ക് ആളില്ലെങ്കിൽ 9:30 to 10 മണിൻ്റെ ഉള്ളിൽ. പിന്നെ 7 മണിക്കാണ് കറക്റ്റ് തുറക്കലും. 7:05 അല്ലെങ്കിൽ 6:55 ഇങ്ങോട്ട് അതിൻ്റെ ഉള്ളിലാണ് സംഭവം. അപ്പോൾ പിന്നെ ഇതെപ്പോഴും അറിഞ്ഞത്? പൈസ പോയിന്നില്ല എപ്പോഴും അറിഞ്ഞത്? തുറന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ യാതൊരു അടയാളമല്ല. പിന്നെ അതിന് ശേഷം പേപ്പറൊക്കെ ഒന്ന് എടുത്ത് ഫസ്റ്റ് പേജ് വായിച്ചതിന് ശേഷം അതിൻ്റെ ഇടയിൽ ഈ പിന്നെ പോസ്റ്റ്മാൻ കൊടുത്തുതരുന്ന ഈ രേഖകളൊക്കെ ഉണ്ടാവും, ആധാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ വലിപ്പിലാണ് സൂക്ഷിക്കുന്നത്. അത് 2 ചാടിക്കിടക്കണ കണ്ടപ്പോൾ വെറുതെ ഒന്ന് നോക്കിയില്ല. അപ്പോൾ അതിൻ്റെ അപ്പോഴാണ് ഇങ്ങനെ പിന്നെ വലിപ്പ് തുറന്ന് നോക്കിയപ്പോൾ എങ്ങനെ ചാടി നോക്കുമ്പോൾ പേഴ്സ് തുറന്ന് കിടക്കണം, ബാഗ് ഇങ്ങനെ മാറ്റി വെച്ചത് അങ്ങോട്ടും ഇതാക്കി ക്ലിയർ ആയിട്ട് ഇതാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ടൊന്നുമില്ല. പക്ഷെ എങ്കിലും ഞാൻ വെക്കുന്നേക്കാളും ഒരു മാറ്റം. അതിൽ വെറുതെ തുറന്നു നോക്കിയപ്പോൾ പേഴ്സിലും ബാഗിലും ക്യാഷ് ഇല്ല. ഏകദേശം എത്ര രൂപയുണ്ട്? 1.60 ചില്ലാനം രൂപ ഉണ്ട്. 1.60 ചില്ലാനം രൂപ. സാധാരണ ഇതിൽ വെച്ച് പോകാറില്ല, ഇന്നലെ മാത്രം മറന്ന് വെച്ച് പോയതാണ്. ചെറിയ ക്യാഷൊക്കെയാണ് കടയിൽ വെക്കാറുണ്ടായിരുന്നത്. അത് വണ്ടിക്കാർ എങ്ങനെ വരും രാവിലെ? ഇന്ന് പിന്നെ ഓർഡർ എടുക്കാനുള്ള ആള് വരുന്ന ദിവസമാണ്. ഓർഡർ എടുക്കാൻ വരുമ്പോഴാണ് ക്യാഷ് കൊടുക്കല്. നാളെയാണ് സാധനം വരിക. അങ്ങനെയുള്ള ക്യാഷാണ് കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരാഴ്ചത്തെ ക്യാഷ് ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിട്ട് അങ്ങനെ കൊടുക്കാനാണ് പതിവ്. കട അടച്ചു പോകുമ്പോൾ വേറെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നോ? കാഴ്ചക്കാരായിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇന്നലെ ആ സമയത്ത് ആരുമില്ല. ഞാൻ ലാസ്റ്റ് സമയത്ത് അടക്കുമ്പോൾ ഏകദേശം എല്ലാവരും പോയിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൽ അളവുകളും കാര്യങ്ങളും ഒക്കെ നടന്നു. ഒരുപാട് ആളുകളൊക്കെ സ്ഥലത്ത് അന്വേഷണ സംഘങ്ങൾ വന്നപ്പോൾ നിന്നിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയാണ് കളവ് നടന്നത് എന്നാണ് നിഗമനം. ഷട്ടറിൻ്റെ ഒരു ഭാഗം പൊക്കിയിട്ട് ഒരു ഭാഗം മാത്രമേ ലോക്ക് ചെയ്തിട്ടുള്ളൂ, മറ്റേ ഭാഗം ലോക്ക് ചെയ്യാത്ത ഭാഗത്ത് നല്ലവണ്ണം പൊക്കിയതിന് ശേഷമാണ് കളവ് നടത്താൻ വേണ്ടി പ്രതി ഉള്ളിലേക്ക് കടന്നു എന്നുള്ളതാണ് അത് നടന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ, ഇതിൻ്റെ മറ്റ് വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ ഉടനടി നമ്മുടെ ഓൺലൈനിൽ